വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു, നീയല്ലേ കാശ് മുടക്കിയത്? സോഷ്യൽ മീഡിയയിൽ പറയുന്നു എൻ്റെ അനുജൻ ഒരു 1.5 കോടിയിലധികം വിലയുള്ള ഒരു വീട് മേടിച്ചു എന്ന്. ശരിക്കും പറഞ്ഞാൽ 20 വർഷം പഴക്കമുള്ള ഒരു പഴയ ഒരു വീടാണ്, 30 ലക്ഷം രൂപ വരുന്ന വീട്. അത് മേടിക്കാനുള്ള സാഹചര്യവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് പറയുന്നത്, ഇത് കൈവിട്ട് കളയരുത്. എൻ്റെ അനുജന് വോയിസ് മെസ്സേജ് ഇടുകയാണ്, ഇത് കൈവിട്ട് കളയരുത് സജോ, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇത്തിരി പൈസ ഇല്ല, അതുകൊണ്ട് നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ മേടിക്കണം എന്ന് പറയുന്ന വോയിസ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. സജോ, നമ്മുടെ വീടിനോട് ചേർന്ന് ഈ ഡോക്ടർ തങ്കമ്മയുടെ ഒരു വീടുണ്ടല്ലോ, അത് ഏകദേശം 3000-ഓളം സ്ക്വയർ ഫീറ്റ് വരും, 6 സെൻറ്റ് സ്ഥലമുണ്ട്. അവർ തങ്കമ്മാൻ്റെ എന്നോട് 1.25 കോടിയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അവരവസാനം ഒരാൾക്ക് 65 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇപ്പോൾ ഈ 65-ന് എടുത്ത ആൾ 50 ലക്ഷത്തിന് എനിക്ക് തരാൻ തയ്യാറാണ്. അതായത് 15 ലക്ഷം കുറച്ചിട്ട് എനിക്ക് തരാൻ തയ്യാറാണ്. കാരണം അവർക്ക് അവിടെ പറ്റുന്നില്ല ജീവിക്കാൻ. എന്തെങ്കിലും കുറച്ച് കാശുണ്ടെങ്കിൽ എനിക്ക് ഒരു കടം കുറച്ച് ദിവസത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൈവിട്ട് പോകാതെ വേറെ ആരും കൊണ്ടുപോകാതെ ആ സാധനം എടുത്തിടാൻ പറ്റും. അപ്പം എന്നോട് സംസാരിച്ചില്ലെങ്കിലും നീ ഒന്ന് ജിച്ചേച്ചി ഒന്ന് വിളിച്ചിട്ട് നീ ഒന്ന് സംസാരിക്കുക, എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചോദിക്കേട്ടോ. ഏതായാലും ഒരു 10,001 രൂപ ടോക്കൺ ഇന്ന് രാവിലെ കൊടുത്തു. ഞാൻ പപ്പയോടോ മമ്മിയോടോ ഇത് പറഞ്ഞിട്ടില്ല. ആ വോയിസ് ഇവിടെ കിടപ്പുണ്ട്. അതിനനുസരിച്ചിട്ട് എൻ്റെ അനുജൻ അവൻ്റെ പൈസയിൽ നിന്നും മേടിച്ച വീടാണത്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കുന്നത് പോലെ ഞാൻ കള്ളച്ചെക്ക് ഒപ്പിട്ടു എന്ന് പറയുന്നത്. റോസ്ലിന്റെ ഈ വോയിസ് നിങ്ങൾ കേട്ടു നോക്ക്. എന്റെ കള്ള സൈൻ ഇട്ടു. അതെങ്ങനെയാ കള്ള സൈൻ ഇട്ടതെന്ന്, ഇവര് കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിലിടുന്നതല്ല, അല്ലാതെ ഓഫീസിലിടുന്നത് കണ്ട ഒരാളുണ്ട്. ഇത് ഇവിടെ ഇരിപ്പുണ്ട്, മൈക്കൊന്ന് കൊടുത്ത്. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒന്ന് പറഞ്ഞ അതെങ്ങനെയാ ചെയ്തെന്ന്. വേറെ പേപ്പറിലുള്ള സിഗ്നേച്ചർ വെള്ളം നനച്ച് അതിലേക്ക് വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു കല അവിടെ വീഴുമ്പോ അതിനകത്ത് കൂടെ സൈൻ ചെയ്യാണ്. ഞാൻ ചോദിച്ചു വന്ന് എന്തെങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് ഇവർക്കൊക്കെ അറിയാം, കാരണം ഇവിടെ സാറില്ലാത്തപ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. യെസ്, അന്നത്തെ അക്കൗണ്ടന്റ്. അങ്ങനെ കാശ് മറിച്ചപ്പോ മാത്രമല്ല അക്കൗണ്ടന്റ് ഒപ്പിട്ടു എന്നാ പറയുന്നത്. ആ കുട്ടി ഒരിക്കലും ഒപ്പിട്ടിട്ടില്ല, ഒപ്പിടുത്തുമില്ല. ആ കുട്ടീനെയൊക്കെ അകാരണമായിട്ട് ഇദ്ദേഹം ടെർമിനേറ്റ് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ചില ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു കാര്യം അറിയാണ്, എന്റെ വീടിനോട് എല്ലാവരും അറിയേണ്ട കാര്യം, ഞാൻ ആഡംബരം കാണിക്കുന്നു. എന്തുദ്ദേശിച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ആഡംബരം കാണിക്കുന്നു. വൃത്തിയായിട്ട് വസ്ത്രം ഇട്ട് നടക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. തേച്ച് വെളുപ്പിച്ച വൃത്തിയായിട്ടുള്ള വസ്ത്രം ഇട്ട് നടക്കാൻ ഇപ്പോഴും ശ്രദ്ധിക്കും, ഇനിയും ഞാൻ ശ്രദ്ധിക്കും. വേറൊരു ചരിത്രവും കൂടെ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഈ സാരി എല്ലാവരും വിചാരിക്കുന്നു ഭയങ്കര വിലയുള്ള സാരിയാണെന്ന്. സത്യം പറഞ്ഞാൽ എറണാകുളം ബ്രോഡ്വേയിൽ ഒരു കടയുണ്ട്, പഴയ അമ്മച്ചിമാരുടെയൊക്കെ ചട്ടത്തുണികൾ കിട്ടുന്ന സ്ഥലം. ഓക്കെ, അത് റോളായിട്ട് വെച്ചേക്കും. ഇതുപോലത്തെ വെള്ള തുണി റോളായിട്ട് വെക്കും. മീറ്ററിന് 50 രൂപ 60 രൂപ വിലയേ ഉള്ളൂ. ഒരു റോള് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വരും. മീറ്ററിന് 50 രൂപ വിലയുള്ള ഒരു 5.5 മീറ്റർ ഞാൻ മുറിച്ചെടുക്കും. പിന്നെ ഇതുപോലെ കണ്ടം വെച്ച തുണികൾ, അതായത് നൈറ്റിയുടെ തുണി അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്ലൗസിന്റെ വില കുറഞ്ഞ തുണി, ചുരിദാർ മെറ്റീരിയലിന്റെ ഒരു 1.5 മീറ്റർ തുണി കട്ട് ചെയ്ത് മേടിക്കും. അത് വെച്ചടിക്കും. അത് വെച്ചടിച്ച കുറച്ച് സാരികളുണ്ട്. അത് എൻ്റെ തന്നെ ഡിസൈനിങ്ങും എൻ്റെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ്. ഓക്കെ, അല്ലാതെ ഇത് റെഡിമെയ്ഡ് മേടിക്കുന്നത് വില കൂടിയ സാരിയൊന്നും അല്ല. അപ്പൊ അതും നിങ്ങൾ ആർഭാടമാണെന്ന് പറയരുത്. വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ഇനിയും ധരിക്കും, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത, ജിജിയുടെ തലയിൽ മുറിഞ്ഞത് വലതുവശത്ത്, ചോര കാണുന്നത് ഇടതുവശത്ത്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. മാത്രമല്ല ചോര ഈ ഉടുപ്പയിലേ കാണുന്നുള്ളൂ, എതിലൊഴുകി വന്നു എന്താ ഒന്നും എനിക്ക് കാണുന്നില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു മാനിപ്പുലേഷൻ ആണ്. ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഫോൺ കയ്യിലുണ്ട്. പറയുന്നുണ്ട് 1.5 ലക്ഷം രൂപയുടെ ഫോൺ പൊട്ടിച്ചെന്നൊക്കെ പറയുന്നു, പക്ഷെ ഫോൺ കയ്യിലുണ്ട്. അതുപോലെ തന്നെ കൈ കടിച്ചു. പിന്നെ ഒരുപാട് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ആകെയുള്ള സ്വർണം 2-3 കുഞ്ഞു മാലകളും എൻ്റെ പഴയ വെഡ്ഡിങ് റിങ്, അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് റിങ്ങും കൂടി ഉണ്ട് കേട്ടോ, ഈ ഫോട്ടോയിൽ കാണാം. കഴിഞ്ഞ ദിവസമായി എൻ്റെ അപ്പനെ കൊണ്ട് ഞാൻ KSFയിൽ കൊണ്ട് പണയം വെപ്പിച്ചത് 3 ലക്ഷത്തി സംതിങ് ആണ്ട് കിട്ടിയ റെസിപ്റ്റും കൂടെ വെച്ചേക്കാം. അതിൽ എന്തിനാ വെച്ചെന്നറിയാവോ? 1-2 സ്റ്റാഫ് ഫിലോക്കാലിയിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് സാലറി കൊടുക്കാൻ നിവൃത്തിയില്ല. കാരണം അദ്ദേഹം കൂടെ ചെക്കിൽ സൈൻ ചെയ്യണം സാലറിക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അതുകൂടാതെ എൻ്റെ കൊച്ചിന് ബാംഗ്ലൂർ പഠിക്കുന്ന എൻ്റെ മോൾക്ക് ഹോസ്റ്റൽ ഫീസ് കിട്ടണം, മെസ് ഫീസ് കിട്ടണം, അതിന് കാശ് വേണം, എൻ്റെ വീട്ടു ചെലവ് നടക്കണം. ഓക്കെ, എൻ്റെ വണ്ടിയുടെ ലോൺ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്.
ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എമർജൻസിക്ക് വേണ്ടി പണയം വെച്ചത്. എൻ്റെ വരുമാനം എന്തെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 4 വർഷം മുമ്പേയുള്ള വരുമാനം എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്നു